ഹലോ, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? ഇവിടെ നല്ല മഴയൊക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, പാവം നമ്മുടെ വിശ്വത്തിനെ ശ്രീകാന്തും ടീമും കൂടെ ചേർന്നിട്ട് ഒരു കെണിയിൽപ്പെടുത്തി 10 ലക്ഷം രൂപ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് കട്ടെടുത്തു എന്നുള്ള രീതിയിലാണ് കേസ് ഫയൽ ചെയ്ത് അറസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വിവരം നമ്മുടെ മാഷിനെ വിളിച്ച് അവിടുത്തെ SI പരിചയത്തിൻ്റെ പേരിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആകെ വിഷമിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ വിശ്വത്തിനെ സംബന്ധിച്ച് ഒരു 10 പൈസ പോലും ഒരാളുടെ നിന്ന് ഇങ്ങനെ കള്ളത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ ആരെയും കട്ടെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല. പക്ഷേ ഇതെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ വിശ്വത്തിനെ കെണിയിലാക്കിയതാണ്. അപ്പോൾ നമ്മുടെ വിനായകനെ വിളിച്ച് നമ്മുടെ മാഷി ചോദിക്കുന്നുണ്ട്, ഈ കമ്പനിയിൽ ജോലി മേടിച്ചു കൊടുത്തത് നീയാണല്ലോ, അപ്പോൾ നിനക്ക് ഈ കമ്പനിയിലെ മാനേജറോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചൊന്നും വിവരങ്ങൾ നിനക്കറിയില്ലായിരുന്നോ? അയ്യോ അച്ഛാ, വിനായകനൊന്ന് പരിങ്ങി. അപ്പോൾ നന്ദിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിനായകൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത് കമ്പനി മാനേജർ ഏതോ സേട്ടിൻ്റെ കമ്പനി ആണ് എന്നുള്ളത് മാത്രമേ അറിയാവൂ, പക്ഷേ അത് വേറെ ആരെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശ്രീകാന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛാന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രീകാന്തിൻ്റെ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വിടില്ലായിരുന്നു അവനെ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അച്ഛാ വിശ്വൻ ചേട്ടനും അറിഞ്ഞില്ലായിരുന്നു ഇത് ശ്രീകാന്തിൻ്റെ ആണ്, വേദയുടെ ചേട്ടൻ ശ്രീകാന്തിൻ്റെ ആണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. ഈ 3 ദിവസം മുന്നെയാണ് വിശ്വൻ ചേട്ടനും അറിഞ്ഞത്. എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ലടി, എൻ്റെ അടുത്ത് സ്നേഹത്തോടൊക്കെ തന്നെയാണ് പെരുമാറുന്നത്, ദേഷ്യം അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ജോലിക്ക് കുഴപ്പമില്ലായിരിക്കുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് ശ്രീജ കരയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മാഷ്, എന്തായാലും ഞാൻ സ്റ്റേഷനിലൊന്ന് പോയി നോക്കട്ടെ. കമല ഒരു വശത്ത് നിലവിളിക്കുകയാണ്, എൻ്റെ മോൻ ഇന്ന് വരെ ഒരാൾക്ക് ഒരു ദോഷം വരുന്നത് ചെയ്തിട്ടുമില്ല, അവൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണെന്നും പറഞ്ഞ് നമ്മുടെ കമലയും കിടന്ന് ഇങ്ങനെ കരയാണ്. അങ്ങനെ മാഷ് സ്റ്റേഷനിലോട്ട് പോവാണ്. ആ സമയം നമ്മുടെ വേദ വിളിച്ചിട്ട് ഇതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഒന്ന് തിരക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി ഇത് കാര്യം ഈ ഒരു എന്തോ വിശ്വൻ ചേട്ടൻ കയറുന്നതിനും കുറച്ച് മുന്നേ കമ്പനി ശ്രീകാന്തേട്ടൻ മേടിച്ചു എന്നുള്ള വിവരം വേദ അറിയുന്നുണ്ട്. പക്ഷേ ഇത് എന്തോ സംഭവം കെണി വെച്ച് വിശ്വൻ ചേട്ടനെ അകത്താക്കിയിരിക്കുന്നതാണെന്നുള്ളതൊക്കെ വേദയ്ക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും വരട്ടെ, വേദ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്തേട്ടൻ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വേദയ്ക്ക് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ ശ്രീജ പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രമിനെ വിളിച്ച് അറിയിക്കുകയാണ്. വിക്രം വർക്ക്ഷോപ്പിൽ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ തൂങ്ങി വലിഞ്ഞിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യടാ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി ഇരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് വിക്രമിൻ്റെ ഒരു കോള് വരുന്നത്. അപ്പോൾ വിക്രം എടുക്കുകയാണ് കോള്. അടുത്ത സമയത്താണ് ശ്രീജ അങ്ങ് നിലവിളിക്കുകയാണ്, എന്താ ശ്രീജേട്ടത്ത് എന്തിനാ കരയണത്, എന്തു പറ്റി? പെട്ടെന്ന് വിക്രമും അങ്ങ് പേടിക്കുകയാണ്, എന്താ സംഭവം എന്നറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ശ്രീജ കാര്യങ്ങളൊക്കെ പറയുകയാണ്, എടാ ഇന്നതുപോലെ വിശ്വേട്ടനെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ആ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ വിശ്വേട്ടൻ എന്തോ എടുത്തു എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിലിട്ടൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വിക്രമും അന്തം വിടുകയാണ്. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, എടാ ആ കമ്പനി ഏതോ സേട്ടിൻ്റെ ആയിരുന്നു, പക്ഷേ ഒരു 3 മാസം മുന്നേ എങ്ങോട്ടോ നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീകാന്ത് വാങ്ങിയെന്നുള്ളത് അറിയുന്നുണ്ട്. എന്ത് ശ്രീകാന്ത്, ഇത് എന്തൊക്കെയാണ് ഈ പറയണേ? വിക്രമിന് ആകെ അങ്ങ് പിടുത്തം പോവാണ്. കാര്യം അവനെ പോലെ അവൻ്റെ ഒരു കമ്പനിയാണെന്ന് അറിഞ്ഞെങ്കിൽ ഒരിക്കലും പോകില്ലായിരുന്നു. കാര്യം ഇതിനു മുന്നേ പല കെണികളും വെച്ചതാണ്. കാര്യം അവനും ശ്രീകാന്തും വർഷയും കൂടെ ചേർന്ന് മോതിരം കണ്ടില്ല, ഈ നന്ദിനിയൊക്കെ ചേർന്ന് പല പൈസ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല കെണികളും വിക്രമിനിട്ട് വെച്ചതാണ്. അങ്ങനെ വിക്രം അത് ആലോചിച്ചപ്പോൾ ആകെ ഒരു ടെൻഷനായി, ഇതെന്തോ അപകടം വിശ്വേട്ടന് പറ്റിയതാണ്. എന്തായാലും ശ്രീജേട്ടത്തെ ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി തിരക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ രാജേട്ടൻ്റെ അടുത്തും നമ്മുടെ ജോസഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മുടെ വിക്രം നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ അവിടെ ചെല്ലണതും അച്ഛനും വരുന്നതും നമ്മുടെ മാഷും വരികയാണ്. മാഷ് വിക്രമിനൊന്ന് നോക്കിയിട്ട് അകത്തോട്ട് കയറി പോകണം. അപ്പോൾ അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ നമ്മുടെ വിശ്വം അച്ഛാന്നും പറഞ്ഞ് നിൽക്കണം. അപ്പോൾ വിക്രമിനെ അത് കണ്ടിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അച്ഛന് അതിനേക്കാളേറെ വിഷമമായി. എന്താണ് ശരിക്കും നടന്ന വിശ്വേട്ടാന്ന് നമ്മുടെ വിക്രം ചോദിച്ചു. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ തന്നെ വിക്രം പറഞ്ഞു, ഇത് വിശ്വേട്ടനെ ട്രാപ്പ് ചെയ്തേക്കേണ്ട സംഭവം തന്നെയാണ്, ഉറപ്പാണ് ശ്രീകാന്ത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ
എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവം നടന്നിട്ടുണ്ട്, എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വിഷുവേട്ടൻ സമാധാനപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ SIയെ കാണട്ടെന്ന് പറഞ്ഞിട്ട് മാഷും വിക്രമും കൂടെ SIയെ കാണുകയാണ്. അപ്പോൾ ചെന്ന പാടെ തന്നെ മാഷിൻ്റെ അടുത്ത് ഒരു മോൻ ഗുണ്ട, അടുത്ത മോൻ ദേ കള്ളനുമായി, 10 ലക്ഷം രൂപയാണ്, 1-2 രൂപയല്ല, ഇതെന്താണ്? അപ്പോൾ വിക്രം പറഞ്ഞു, സാറേ കുറച്ചും കൂടെ മര്യാദയായിട്ട് സംസാരിക്കണം, നീ ആരാടാ എൻ്റെ സ്റ്റേഷനിൽ എന്നെ മര്യാദപ്പെടുത്തിപ്പിക്കാനെന്ന് ചോദിച്ചുകൊണ്ട് SI അങ്ങോട്ട് ചൂടാണ്. അപ്പം മാഷ് പറഞ്ഞു, വിക്രം മിണ്ടാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ മാഷ് കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇന്നതുപോലെയാണ്, എനിക്കറിയില്ല, ശ്രീകാന്ത് സാറാണ് കേസ് തന്നിരിക്കുന്നത്, അവരുടെ കമ്പനിയിൽ 10 ലക്ഷം രൂപ അവിടെ കാണാനില്ല, അപ്പോൾ അത് തെളിവോടുകൂടി ഇയാളെ കൊടുത്തു വിട്ടു, ബാങ്കിൽ അടച്ചിക്കാൻ ചെന്നപ്പോൾ അവിടെ വെറും പ്ലെയിൻ കെട്ടിനോട്ടാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ഞാൻ ആക്ഷൻ എടുത്തു, ഇനി നിങ്ങൾ ശ്രീകാന്തുമായിട്ട് നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമെന്ന് നമ്മുടെ SI പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് മാഷ് പറഞ്ഞു, എൻ്റെ മോൻ ഒരിക്കലും അവനെ വിശ്വത്തിനെ സംബന്ധിച്ച് ഒരു കള്ളത്തോടും ചെയ്യുന്ന ആളല്ല സാറേ, അവൻ അങ്ങനെ ഒരാളെ പോലും 1 രൂപ പോലും കട്ട് ഇതുവരെ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ കോടതിയിൽ ചെന്ന് പറഞ്ഞ് കേസ് വാദിക്കുകയോ ജാമ്യത്തിലിറക്കുകയോ എന്തോ ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് SI പറയുകയാണ്. അത് കഴിഞ്ഞ് മാഷും വിക്രമും കൂടെ വീണ്ടും വിശ്വത്തിൻ്റെ അടുത്ത് വന്നിട്ട് സമാധാനപ്പെടുത്തിയിട്ട് പോവാണ്. എൻ്റെ മാഷ് കുറേ പഴഞ്ചൊല്ലൊക്കെ പറയുന്നുണ്ട്, അതായത് വീടിന് മേലെ വളർന്ന ഏത് കൊമ്പാണെങ്കിലും അത് മുറിച്ച് കളയണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വിക്രമിനിട്ട് കൊടുക്കുന്ന ഒരു കുത്താണത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വിശ്വട്ട് ഒന്നും സമാധാനപ്പെട്ടിരുന്നുള്ളൂ, ഒന്നും പേടിക്കേണ്ട, എനിക്ക് വേണ്ടി ചെയ്ത ട്രാപ്പാണിത്, ഇത് ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് മാഷും വിക്രമും കൂടെ മാഷ് നടന്നു കഴിഞ്ഞ് പോന്നു. വിക്രമിൻ്റെ ബൈക്കിൽ മാഷ് കയറുന്നില്ലല്ലോ. അങ്ങനെ അവർ ഒരുമിച്ച് വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ഓടി വന്ന് എന്തായാലും ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി എവള് തന്നെയാണ്, എവളിവിടെ വന്നേ പിന്നെ ഈ കുടുംബം ഇങ്ങനെ ആയത്. അപ്പോൾ മാഷ് പറഞ്ഞു, അവളെന്തിനാ കുറ്റം പറയണേ, എവനാ ഇതിനെല്ലാം കാരണമെന്ന് വിക്രമിനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ നന്ദിനി പറഞ്ഞു, വിക്രമിനെ മാത്രം പറയണ്ട, ഈ വേദയുടെ എടുത്തു കാട്ടോ ഇതിൽ പങ്കുണ്ടോ, നീ ഇപ്പം എന്തിനാ, അങ്ങനെ ഒരു പങ്കുണ്ടോ, നീ ഇപ്പം എന്തിനാണ് വിക്രമിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് മാഷ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമല വഴക്ക് കൊടുക്കുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കും നന്ദിനിയെ, അവനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനുള്ള വഴി നിങ്ങൾ നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഇതോർത്ത് വിഷമിക്കേണ്ട, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം, അതിനെന്ത് തിരിച്ചടി കൊടുക്കണമെന്നുള്ളതും എനിക്കറിയാമെന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ള മട്ടിൽ നന്ദിനിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിക്രം വിനായകൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വിനായകേട്ടനല്ലേ ഈ ജോലി ഏർപ്പാട് ചെയ്ത് കൊടുത്തത്, ഇത് ആരായി എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ വിനായകേട്ടൻ വിശ്വേട്ടൻ ഇത് ഏർപ്പാട് ചെയ്ത് കൊടുത്തത്? അയ്യോ എനിക്കിതിനെക്കുറിച്ചൊന്നും വിശദമായിട്ടൊന്നും അറിയില്ലടാ വിക്രമേ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കമ്പനി ഉണ്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പോസ്റ്റിൽ വേക്കൻസി ഉണ്ട്, ഇൻ്റർവ്യൂ നടക്കുകയാണെന്ന് പറഞ്ഞു, അത്ര മാത്രമേ എനിക്കറിയാവുള്ളൂ. ഞാനത് വിശ്വേട്ടനോട് ഇവിടെ ഒന്ന് പറഞ്ഞു, വിശ്വേട്ടൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതെങ്ങാണ്ട് ഏതോ ഒരു സേട്ടിൻ്റെ കീഴിലായിരുന്നു എന്നുള്ളത് എനിക്കറിയാം, അല്ലാണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ ശ്രീജ പറഞ്ഞു, അത് സേട്ടിൻ്റെ കീഴിൽ വിശ്വട്ടൻ കയറുന്നതിന് 1 മാസം മുന്നേ സേട്ടിൻ്റെ കയ്യിൽ നിന്ന് ഈ ശ്രീകാന്ത് അത് മേടിച്ചു എന്നുള്ളതൊക്കെ വിശ്വട്ടൻ ഈ അടുത്തായിട്ട് അറിഞ്ഞത് വെച്ചാൽ. അപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞു, ഒരിക്കലും ശ്രീകാന്താണ് ഇത് നടത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വത്തിനെ ആ ഒരു കമ്പനിയിൽ ജോലിക്കായിട്ട് ഞാൻ വിടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ശ്രീകാന്ത് ആ രീതിയിൽ നമ്മളെ എന്ത് ട്രാപ്പ് വേണോ പെടുത്തും എന്നുള്ളതും വിക്രമും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇനിയിപ്പോൾ വേദ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്, സ്വന്തം ഏട്ടൻ ചെയ്ത തൻ്റെ കുടുംബജീവിതം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഏട്ടൻ തന്നെയാണോ ഈ ഒരു കെണി വരുത്തുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിലൂടെ നോക്കാം. ഈ വെല്ലുവിളി വേദ സ്വീകരിക്കും. വേദ ഇനി ശ്രീകാന്തിനെതിരെ പടയൊരുക്കങ്ങൾ ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസവും വരുന്ന ഓരോ പ്രൊമോ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൃത്യസമയത്ത് എത്തിക്കും. ഇപ്പോൾ കുറച്ചായിട്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ടൈമിൽ കുറച്ച് മാറ്റം വരുന്നു. എൻ്റെ മോള് ഹോസ്പിറ്റലിലാണ് ന്യൂമോണിയ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടില്ലെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ വേറെന്താണ്, എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ
വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് ഇടുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. വേറൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ, താങ്ക് യു, ടേക്ക് കെയർ.